ദിലീപ് കേസിലെ വിധിയും വന്നു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും സംശയം നിൽക്കുന്നത് ഇതിനകത്ത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ്. കോടതിയിൽ സൂക്ഷിച്ച മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ 3 പേര് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ കോടതിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള മാറ്റം അല്ലെ മറിമായം ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അന്വേഷണം ഇനിയും തുടർന്ന് അങ്ങോട്ട് പോകേണ്ടതല്ലേ? അത് പോകേണ്ടതാണ്. അതിൻ്റെ അകത്ത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡിവൈസുകളിൽ ഈ സംഭവം ഇട്ട് ആളുകൾ കണ്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്. 3 വെവ്വേറെ ഉപകരണങ്ങളിൽ ഇതിട്ട് വേറെ ആളുകൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞൊരു സംവിധായകൻ പ്രത്യക്ഷപ്പെട്ടെടുത്താണല്ലോ വഴിത്തിരിവുണ്ടാകുന്നതും ദിലീപ് ഇതിൽ പ്രതിയായിട്ട് വരുന്നതും. കാരണം ബാലേന്ദ്രകുമാർ സിനിമാ പദ്ധതികൾ സംസാരിക്കാനായിട്ട് ദിലീപിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഓവർ ഹിയർ ചെയ്തു ഇതിൻ്റെ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ദിലീപ് കൊടുത്ത കൊട്ടേഷനാണ് എന്ന് പോലീസ് ഒരു കേസെടുക്കുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ സാന്നിധ്യം മൊഴി വരുന്നതോടുകൂടിയിട്ടാണ്. അപ്പോൾ ബാലചന്ദ്രകുമാർ പോലീസിനോട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ദിലീപ് ഈ ദൃശ്യങ്ങൾ അനധികൃതമായി, അതായത് ദിലീപ് കണ്ടിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ എന്നാണ് ബാലചന്ദ്രകുമാറിന് മനസ്സിലാകുന്നത് ആ വീട്ടിൽ പോയെന്ന ചർച്ചയിൽ നിന്ന്. അതാണ് ബാലചന്ദ്രകുമാർ കൊടുക്കുന്ന മൊഴി. അതെങ്ങനെ ദിലീപ് കണ്ടു, ദിലീപിന് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം ഉയർത്തുകയാണെന്ന്. അപ്പോൾ അങ്ങനെ ബാലേന്ദ്രകുമാർ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിജീവിത അതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കോടതിയെ സമീപിക്കുകയാണ്. ഇത് അന്വേഷിക്കണം, ഈ ഹാഷ് വാല്യൂ കോടതിയിലെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ എങ്ങനെ മാറി, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അതിജീവിത കോടതിയിലെത്തുന്നു. അപ്പോഴാണ് 2 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ ഹാഷ് വാല്യൂ മെമ്മറി കാർഡിൻ്റെ മാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ആരൊക്കെയോ ഇത് ആക്സസ് ചെയ്തു അല്ലേ മെമ്മറി കാർഡ്, അതാണ് അതിൽ നിന്നും മനസ്സിലായത്. അങ്ങനെ FS ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ട് ഈ കേസിൽ വരുന്നു. അപ്പോൾ ജഡ്ജിയുടെ അല്ലേ കോടതിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോടതിക്ക് ഇത് മനസ്സിലായിട്ടുമുണ്ട് ഈ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം. പക്ഷേ അത് അതിജീവിതയോ പ്രോസിക്യൂഷനെയോ അറിയിച്ചില്ല എന്നൊരു ആരോപണമാണ് അന്ന് ഉയർന്നത്. അപ്പോൾ ഇതിൻ്റെ തുടരന്വേഷണം നടന്നപ്പോൾ 3 പേര് ഇത് കണ്ടതായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായി. ഒന്ന് മജിസ്ട്രേറ്റ് ലീന റഷീദ്, 2 അന്നത്തെ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജിയുടെ ക്ലർക്ക് മഹേഷ് മോഹൻ, 3 താജുദ്ദീൻ, അത് ഈ കോടതിയിലെ തന്നെ സ്റ്റാഫാണ്. ഈ 3 പേര് ആണ് ഇത് കണ്ടത് എന്ന് മനസ്സിലായി. പക്ഷേ ഈ 3 പേർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ അതിനെപ്പറ്റി അല്ലേ പൊതുജനത്തിന് ഒരു വിവരവും ഇല്ല. അപ്പോൾ കോടതിയിൽ ഇത് കോടതിയിൽ പലതും സംഭവിച്ചതായിട്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആന്റണി രാജുവിന്റെ ഒരു ക്ലാസിക് കേസില്ലേ, പ്രതിയുടെ അടിവസ്ത്രം മാറ്റി തേപ്പിച്ച് തൊണ്ടി മുതൽ മാറ്റിയത്. അപ്പൊ കോടതികളിൽ ഇങ്ങനെ പലതും നടക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഹാഷ് വാല്യൂ മാറിയതിൽ എന്ത് നടപടി ഉണ്ടായി എന്നൊരു ചോദ്യം ബാക്കി ഈ വിധി കഴിയുമ്പോഴും ബാക്കി നിൽക്കുന്നു. ശരിയാണ്. കോടതിയിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് കോടതിക്കകത്ത് പലതരം ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടു. ഈ കേസിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോടതി തന്നെ ഈ കേസിനെ അട്ടിമറിച്ചു എന്ന് പറയുന്നൊരു ചോദ്യം ചോദിക്കാവുന്നതാണല്ലോ. ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് കോടതിക്കകത്തും അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും ഈ കാര്യത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കേസിനെ അട്ടിമറിച്ചത് എന്നാണ് പൊതുവെ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ വിഷയം, ഇതിൻ്റെ ഈ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ കോടതി ഇതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു തുടർക്കഥ പോലെ തുടരാനാണ് സാധ്യത.
ഈ മെമ്മറി കാർഡ് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ഡിവൈസിൽ ഇട്ടിട്ടുണ്ട്. ഈ ഡിവൈസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പം സേവ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് പോകാം. അപ്പോൾ ഇത് എത്ര പേരിലേക്ക് എത്തി, ആരൊക്കെ കണ്ടു എന്നുള്ളതും വളരെ നിർണായകമല്ലേ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകളെ പിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരിലേക്ക് കൃത്യമായ അന്വേഷണം പോയാൽ ഇതിൻ്റെ സൂത്രധാരരിലേക്ക് അത് എത്തിച്ചേരുമെന്ന് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ ചിന്തിക്കും. അവരുടെ സംശയം കൂടെ മാറ്റേണ്ട ആവശ്യം പോലീസിനില്ലേ? ഇത് പ്രക്രിയകളെല്ലാം, ജുഡീഷ്യൽ പ്രക്രിയകളെല്ലാം ബാക്കി ജനാധിപത്യത്തിലെല്ലാം സുതാര്യമായിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ജുഡീഷ്യറിയയിലൊരു നെടുന്തൂണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാധ്യമങ്ങളെ ഒരു ഭാഗത്ത് വലുതായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, വക്കീൽമാർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്തൊക്കെ ഭീകരമായ പൊസിഷൻസ് എടുത്തിട്ട് അല്ലേ രണ്ട് ചേരിയിലേക്ക് ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. പല വക്കീൽമാരും, ദിലീപിന് വേണ്ടി ഒരു സംഘം വക്കീൽമാർ, അതിജീവിതയ്ക്ക് വേണ്ടി വേറൊരു സംഘം, ഇങ്ങനെ ചേരിതിരിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ യുദ്ധം നടത്തുന്നതായിട്ട് കാണാം. ചില ആളുകൾ ജഡ്ജിയുടെ തന്നെ ചിത്രം വെച്ചിട്ട് ഇതുപോലൊരു മികച്ച ജഡ്ജിയെ ലോകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് ഇല്ലേ. ജഡ്ജിക്ക് വേണ്ടി വാദിക്കുന്ന വേറൊരു സംഘം, അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ സംഘം, ദിലീപിന് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീൽ സംഘം. ഇങ്ങനെ ജുഡീഷ്യറിയിൽ തന്നെ ആകെ ഇതൊരു അലങ്കോലമാക്കിയ ഒരു ജുഡീഷ്യറിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വലയം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ പൾസർ സുനി ഇത് കൊണ്ടുപോയി ആലുവയിലൊരു വക്കീലിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. വക്കീൽ ഇത് കോടതിയിൽ സറണ്ടർ ചെയ്യല്ലേ, കോടതിയിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ട് ഇത് റിട്രീവ് ചെയ്യാണല്ലോ. ഇത് ഫോറൻസിക് അനാലിസിസിൽ ഇത് ചെയ്ത് കണ്ടെത്തിയിട്ട് ഇതിൻ്റെ അകത്ത് വേറെ ദൃശ്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പൾസർ സുനി ഈ ഒരാക്രമണം മാത്രമല്ല നടത്തിയിട്ടുള്ളത്, ഇതിൽ വേറെ ദൃശ്യങ്ങളുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ തിരിച്ചു കിട്ടി അവിടെ ഒരു തൊണ്ടി മുതലായിട്ട് കോടതിയിൽ സൂക്ഷിച്ചത് വേറെ ആളുകൾ ദുരുപയോഗം ചെയ്തത്. ഇതിൽ ആരോപണം ഉയർന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോടതിയിലെ സ്റ്റാഫ് ഇത് എടുത്തിട്ട് ദിലീപിന് കൈമാറിയില്ലേ എന്നുള്ള സംശയമാണ് ഉയർന്നത് ഇതിൻ്റെ അകത്ത്. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തതായിട്ടുള്ള ആരോപണമാണ് ഉയർന്നത്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ പ്രതിക്ക് വേണ്ടി, പ്രധാനപ്പെട്ട പ്രതിക്ക് വേണ്ടി ഒരു ദുരുപയോഗം, തൊണ്ടി മുതലിൻ്റെ ദുരുപയോഗം നടന്നു എന്നുള്ള ആരോപണമാണ് അന്നുണ്ടായത്. പക്ഷെ അത് ആ ഗൗരവത്തിൽ കൈകാര്യം ചെയ്തോ എന്നുള്ള പ്രശ്നമാണ് ഉയർന്നത്. അല്ല, ഇപ്പോഴും ദിലീപിനെ കുറ്റവാളിയായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റം ചെയ്തു. ദിലീപിനെതിരെ ഈ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും ദിലീപിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ആളുകൾ ഇനി ഈ മെമ്മറി കാർഡും പറഞ്ഞ് വീണ്ടും രംഗത്ത് വരില്ലേ? അല്ല, ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തു വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പ്രതിക്ക് വേണ്ടി ഈ തൊണ്ടി മുതൽ കൈവശപ്പെടുത്തി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. ആ കുറ്റത്തിലേക്ക് ഈ വിഷയം കടന്നാൽ ഈ പ്രശ്നം വീണ്ടും കുറേ കൂടി രൂക്ഷമായിട്ടുള്ള രീതിയിൽ പക്ഷം ചേർന്ന വാദത്തിന് സഹായകരമായി തീരും. കാരണം ദിലീപിന് വേണ്ടി, ദിലീപിനെതിരെ അങ്ങനെ ഇവർ തിരിയാണല്ലോ. ഇപ്പോൾ കോടതി മൊത്തം അങ്ങനെ തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വക്കീലുമാരും അതേപോലെ തന്നെ സമൂഹവും സോഷ്യൽ മീഡിയയും എല്ലാം രണ്ട് ചേരിയാണ് ഇപ്പോഴും. ഇവിടെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയും പൊതുവെ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് കാണാമറയത്ത് നിൽക്കുകയും ചെയ്യുന്നു. കാരണം ഇതിൽ ആര് അട്ടിമറി നടത്തി എന്നുള്ളതാണല്ലോ പ്രശ്നം വരുന്നത്. അട്ടിമറി നടത്തുന്നതിന് ഈ മെമ്മറി കാർഡ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആന്റണി രാജുവിന്റെ കേസിൽ ആ തൊണ്ടി മുതൽ മാറ്റിയതേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ തൊണ്ടി മുതലായിട്ട് ഇരിക്കുന്ന അടിവസ്ത്രം ഇയാൾക്ക് ഭാഗമാകുന്ന അല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് കോടതിയുടെ ശ്രദ്ധയിൽ വന്നു, അതിൽ ചെയ്ത കൃത്രിമം. ഇതിൻ്റെ അകത്ത് അത് എന്നിട്ട് കോടതി അതിന്റെ നടപടിയിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ട് കോടതി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണല്ലോ ഗൗരവമായിട്ട്. അല്ല, ഇപ്പൊ നിൽക്കുന്ന പ്രശ്നം അതാണ്. കോടതി തന്നെയാണ് ഇതിനകത്ത് ഒരു പൊസിഷൻ കോടതി എടുത്തോ, അല്ലെങ്കിൽ കോടതി എന്താണ് അക്കാര്യത്തിൽ ചെയ്ത നടപടി, ആ ചോദ്യം നിലനിൽക്കുമല്ലോ ഈ വിധിക്ക് ശേഷം. അതെ, എന്തായാലും ഈ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്.
അത് കേരളത്തിന് മാത്രമല്ല ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.